ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ക്ഷീണവും ടയർഡ്നെസ്സൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ക്വിക്കായിട്ട് ബേസിക്കായിട്ട് നമുക്കൊരു സെൽഫ് കെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ മുടി ഒന്ന് അയച്ചിട്ട് കെട്ടി വയ്ക്കാം. നമുക്ക് ആദ്യം മുടി ഒന്ന് കെട്ടി വയ്ക്കാതെ മുടി കെട്ടി വെച്ചിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി വയ്ക്കും. അതാവേ നമുക്കിനി ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസിലൊരു ചെറിയൊരു ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞ് ഹെയർ ഓയിൽ ചെയ്യണം. പിന്നെ ഷാമ്പു ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഷാമ്പു വീണ്ടും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ചെമ്പരത്തി ഉപയോഗിച്ചിട്ട് ചെമ്പരത്തിത്താളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും കൂടെ യൂസ് ചെയ്ത് മുടിയൊക്കെ കഴുകി സെറ്റാക്കി എടുക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെറിയൊരു ചൂടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഫേസ് കഴുകാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാണുന്നുണ്ടോ? ഇതിങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഫേസിൽ എന്തെങ്കിലും ഭയങ്കര ഒരു ഓയിൽനെസ് പോലെ ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും ഒന്നും ഇങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ നോർമൽ വാട്ടറിലാണ് കേട്ടോ കഴുകുന്നത്. പിന്നെ നമുക്ക് ഞാൻ അതേപോലെ കപ്പിൽ ചെറുതായിട്ട് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മുഖം കഴുകാം. കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കൈയുടെ കപ്പ് കഴുകി വെക്കാവേ. ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഇനി നമുക്കിത് ഡ്രൈ ചെയ്തിട്ട് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. തൈരും കാപ്പിപ്പൊടിയും തക്കാളിക്ക നീരും ആ ഒരു മാസ്കാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാണാം, നല്ല കട്ടിത്തരാണെങ്കിൽ അത്രയും നല്ലത്. ഇത് നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാവേ. നല്ല തണുപ്പുണ്ട്. കണ്ണിനകത്തൊക്കെ പോകാതെ നോക്കണേ. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കണ്ണിരിക്കും. എനിക്കെന്താ പറയുക, ഈ തൈര് ഇത്രയും ഇതിപ്പോൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരും. വെള്ളം പോലെ ആയതുകൊണ്ട് അത്ര ഒരു തിക്നെസ് ഉണ്ടാവില്ല. ഇച്ചിരി കട്ടി തൈരാണെങ്കിൽ നല്ല തിക്നെസ് ഉണ്ടാവും. മുഖത്തൊക്കെ ഇരുന്നോ. പിന്നെ ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് പോയി ചെമ്പരത്തിത്താളി ഉണ്ടാക്കാം. ഇത് അരച്ചെടുത്തു വരാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത് ഭയങ്കരമായിട്ടൊന്നും ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തില്ല. ഒരു 3/4 ഭാഗം ഡ്രൈ ആകുമ്പോഴത്തേക്കും ഇത് കഴുകി കളയാറാണ് കേട്ടോ. ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി നോർമൽ വാട്ടറിൽ ഇത് കഴുകി കളയാവേ. ജസ്റ്റ് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊരു സ്ക്രബ് കൊടുക്കുക. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതിയേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കുഞ്ഞാറ്റ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പല സൗണ്ടുകളും നിങ്ങൾ കേൾക്കും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കരുത്. നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറരുത്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പല സൗണ്ടും നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കേൾക്കും. നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അവൾ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഓരോന്നൊക്കെ എൻ്റെ അടുത്ത് എന്തൊക്കെയും പറയുന്നത് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. കുട്ടി മാറിയിരിക്കും. അങ്ങോട്ട് മാറിയിരിക്കും. പോ
എന്നാൽ കൊച്ചു തൂത്തോ. ഓ ഓക്കെ, പിന്നെ നമുക്ക് നല്ലിട്ട് വാഷ് ചെയ്ത് കളയാം. ഞാൻ വാഷ് ചെയ്തിട്ട് വരാവേ. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് വേണം. എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുക. നെയിൽ പോളിഷ് എല്ലാം അങ്ങ് തൂത്ത് കളയുക, ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ ഓയിലിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. ഹെയർ ഓയിലിംഗ് തുടങ്ങാം അല്ലേ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിലാണ് കേട്ടോ. ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? ഉലുവ, അതുപോലെ എന്തൊക്കെയാണ്, ഉലുവ ഉണ്ട്, സവാള ഉണ്ട്, പിന്നെ കറ്റാർവാഴ ഉണ്ട്, കറിവേപ്പിലുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1.5 മാസത്തോളമായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. ഇതിപ്പം ലാസ്റ്റ് പോർഷൻ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ഇങ്ങനെ കയ്യിലെടുക്കുക. അതിനുശേഷം നമുക്ക് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നല്ല റിലാക്സേഷൻ കിട്ടുന്ന പരിപാടിയാണ് കേട്ടത്. പക്ഷെ ഇത് ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങായിരുന്നു. നേരത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേനും അമ്മ ഇങ്ങനെ പിടിച്ച് തലയിൽ നോക്കും. എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ നമ്മുടെ തലയിൽ പേൻ ഉണ്ടാവുമല്ലോ. സ്കൂളിലൊക്കെ പോയിട്ട് പേനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി തല നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തലയിൽ പേനൊക്കെ കൊടുത്ത് ഒരു കരുവാകും. അതുകൊണ്ട് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറേ നേരം ഇങ്ങനെ പിടിച്ചിരുത്തി തലയിൽ പേര് നോക്കുന്ന പരിപാടി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. തലയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് തരും. ആ സമയത്ത് ഇരുന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങും. ഇപ്പം ആരെങ്കിലും മസാജ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ആക്കിയിട്ടൊന്ന് ഉറങ്ങാം. ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ. ഇത് മൊത്തം കാണിക്കുന്നില്ല. മൊത്തം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. നമ്മൾ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും അടുത്ത സാധനം കാണിച്ചേ. കാണാം, നാൽപ്പാമരാതി വെളിച്ചെണ്ണ. അപ്പോൾ ഇതാണ് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കർക്കിടക മാസത്തിൽ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മേടിച്ചു വെച്ചതാണ്. നമ്മുടെ ബാത്ത് പൗഡർ. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫിനിഷ് ചെയ്ത് ഇത്ര ആയതാണ്. അപ്പോൾ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓയിൽ വാഷ് ചെയ്ത് കളയുന്നത്. ഇത് ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് അതിനുശേഷം സോപ്പ് ഉപയോഗിക്കാതെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബോഡി വാഷ് ചെയ്ത് കളയും. പിന്നെ ഇത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. പിന്നെ ഇത് ഈ സാധനത്തിന് ഈ ഒരു യെല്ലോ കളർ മഞ്ഞളുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഇതിന് കളറ് ഡ്രസ്സിലൊന്നും ആക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഴയ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇട്ടോളും. അല്ലെങ്കിൽ നല്ല ഡ്രസ്സിലൊക്കെ മഞ്ഞ കളർ പിടിക്കുന്നുണ്ട്. ഒരു യെല്ലോ ടിന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ദേഹത്ത് ഭയങ്കര ഒരു മഞ്ഞ കളർ പോലെ അങ്ങനെ പിടിച്ചിരിക്കുകയൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ട് ഇതിൽ നമ്മൾ ചെറുപാറൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ഫോളിയേഷൻ ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു മഞ്ഞ കളറൊക്കെ അങ്ങ് പൊക്കോളൂ. ഇതങ്ങനെ ദേഹത്ത് ഭയങ്കര മഞ്ഞളിട്ട പോലെ അങ്ങനെ കളർ പിടിച്ചിരിക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് കാണുന്നുണ്ടോ? അപ്പോൾ കയ്യിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഞാൻ ഫേസിലിടില്ല കേട്ടോ, ബോഡിയിൽ മാത്രം. എന്നിട്ടൊരു 10-15 മിനിറ്റൊക്കെ ഇതെങ്ങനെ ബോഡിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാത്ത് പൗഡർ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. താളി ഞാൻ അരച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അരയ്ക്കണമെന്ന് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ താളിയൊക്കെ ഇട്ട് ഈ ഓയിലൊക്കെ ഒന്ന് വരട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാവേ. ഇതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ ഫേസിൽ. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, വില കൂടിയ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണമെന്നോ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മതി. അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ടൈമാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.